ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ലക്കി മാൻ യൂട്യൂബ് ചാനൽ. അപ്പോ നമുക്ക് നേരെ വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പ് തന്നെ ഡിസ്ക്ലെയിമർ പറയാനുണ്ട്. ഞാനോ എന്റെ ചാനലോ വന്നിട്ട് പറയാൻ പോകുന്ന അപ്ലിക്കേഷൻ വന്നിട്ട് യാതൊരു കാരണവശാലും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ അല്ല. ഇത് കംപ്ലീറ്റ്ലി ഇത് കളിക്കാൻ ഉദ്ദേശിക്കുന്നവരോ അല്ലെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്നവർക്കോ എന്തെങ്കിലും ഇൻഫോർമേഷൻ പാസ് ചെയ്യാനും അവരുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. നിങ്ങൾ നിങ്ങളെ വാല്യബിൾ ആയിട്ടുള്ള മണി, സമയം ഇതൊന്നും ഇതിലിട്ടുണ്ടെങ്കിൽ താല്പര്യമില്ലാത്ത ആളാച്ചാൽ അതിന് കൊണ്ടുപോയി ഇട്ട് കളിച്ച് തീർക്കരുത്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എന്റെ പേര് ജിഷ്ണു, നമ്മുടെ ചാനലിന്റെ പേര് ലക്കി മാൻ യൂട്യൂബ് ചാനൽ. என் நெஞ்சில் குடியிருக்கும் அந்த அன்பான புள்ளிகளுக்கும் நண்பா நண்பிகளுக்கும் விஜய் சார் சும்மா அப்படி பண்ணா போதும். அமைதின்னு சொன்னாலே இவ்வளவு குழந்தையோட ஒரே கேங் இதான் நினைக்கிறேன். ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ സംസാരിക്കാൻ പോകുന്ന കമ്പനിയുടെ പേര് പറയുന്നത് സിക്സർ എന്നാണ്. സിക്സർ വന്നിട്ട് നമ്മുടെ ഡ്രീം 11 എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ ഒരു സബ്സിഡറി ആയിട്ടുള്ള കമ്പനിയാണ്. ഡ്രീം 11 നമ്മുടെ ടീംസും കാര്യങ്ങളും ഇട്ടിട്ട് നമ്മൾ ക്യാഷ് ഇൻ ചെയ്യാൻ വെച്ചാൽ ഇതിൽ വന്നിട്ട് നമ്മൾ ക്രിക്കറ്റ് പ്ലേയേഴ്സ്, അതായത് റിയൽ ടൈം കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേയേഴ്സിന് വന്ന് നമ്മൾ ട്രേഡ് ചെയ്യാം. അതായത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു കുഞ്ഞു രൂപം, അതാണ് സിക്സർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ അറിയാം, നമ്മൾ വില കൂടുന്നതനുസരിച്ചിട്ട് നമ്മൾ വിൽക്കാം. അതുപോലെ ചില ട്രേഡിങ്ങിലൊക്കെ നമ്മൾ ആദ്യം തന്നെ പ്രൊഡക്റ്റീവ് കുറയും. അപ്പോൾ ആ കൂടുതൽ നിന്ന് കുറയുന്നതിലേക്കുള്ള മാർജിൻ വെച്ചിട്ട് ട്രേഡ് ചെയ്യാം. ആ ഒരു ഫംഗ്ഷൻ തന്നെയാണ് നമ്മുടെ സിക്സർ എന്ന ആപ്ലിക്കേഷനിലൂടെ അവതരിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ട്രേഡിങ്ങിന്റെ പോലെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല, സിമ്പിൾ കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, നമുക്ക് എക്സാമ്പിൾ പറയാം. ഇപ്പൊ നിങ്ങളുടെ ഒരു പ്ലെയർ, ഇപ്പൊ നിങ്ങൾ എക്സോ വൈ എസ് ആയിട്ടോ എന്നൊരു പ്ലെയർ എടുത്തു. ഈ എക്സ് എന്ന് പറഞ്ഞ പ്ലെയറെ നമ്മുടെ കയ്യിൽ ഒരു 5 സ്റ്റോക്ക് തരും. അതായത് ഈ പ്ലെയറിന്റെ 5 സ്റ്റോക്ക് നമ്മൾ മേടിച്ചു, അല്ലെങ്കിൽ ഒരു 10 സ്റ്റോക്ക് നിങ്ങൾ മേടിച്ചു. അപ്പൊ ആള് അപ്പോഴത്തെ രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു 5 രൂപ 10 രൂപ എത്ര രൂപ വെച്ചാൽ ആയിപ്പോ. അപ്പൊ നമ്മൾ ഈ 5 രൂപയ്ക്ക് മേടിച്ച പ്ലെയർ വന്നിട്ട് നമ്മൾ കയ്യിൽ വെക്കുകയാണ്. കയ്യിൽ വെച്ചിട്ട് 5 പ്ലെയറിന് വന്നിട്ട് ഒരു 10 രൂപയാണെന്ന് വിൽക്കുന്നു. അപ്പൊ നമുക്ക് 5 രൂപ പ്രോഫിറ്റ് കിട്ടും. അതുപോലെ നമ്മൾ 5 രൂപയുടെ പ്ലെയറിന് വാങ്ങും. അപ്പോൾ നമുക്കറിയാം ഈ പ്ലെയർ ഈ സീസണിൽ കളിക്കാനൊന്നും പോകുന്നില്ല. അപ്പൊ ഈ പ്ലെയറിന്റെ പ്രൈസ് എന്തായാലും കുറയാൻ ചാൻസ്. ഈ 5 രൂപയ്ക്ക് മേടിച്ച പ്ലെയർ ഒരു 3 രൂപയിലേക്ക് താഴും. നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് കളിക്കില്ല, കുറയാനാ ചാൻസ് ഉണ്ട്. അപ്പോൾ 5 രൂപയ്ക്ക് നമ്മൾ കുറയും എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ അവരെ മേടിക്കുന്നു. മറ്റേത് വെച്ചാൽ കൂടും എന്നുള്ള ഓപ്ഷൻ കാണിച്ചുകൊണ്ട് നമ്മൾ മേടിക്കും. ആദ്യം പറഞ്ഞ കേസിൽ 10 രൂപ ആവും നമുക്കറിയാം, അതുകൊണ്ട് 5 രൂപയ്ക്ക് മേടിക്കുന്നു. കൂടുന്ന ഉറപ്പുള്ളതുകൊണ്ട് കൂടുന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് 10 രൂപയ്ക്ക് വിൽക്കുന്നു. ഇതാകുമ്പോൾ 5 രൂപയ്ക്ക് മേടിക്കുന്ന പ്ലെയറെ 3 രൂപയാവും നമുക്കറിയാം, അതുകൊണ്ട് കുറയും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മേടിക്കുന്നു. ഇത്രേ ഉള്ളൂ. ആ കുറയുമ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ്, ആ കുറയണമെങ്കിൽ 2 രൂപ പ്രോഫിറ്റ് കിട്ടും, മറ്റേ കൂടുമ്പോൾ 5 രൂപ പ്രോഫിറ്റ് കിട്ടും. ഇതിൽ വന്നിട്ട് ഇവർ കുറച്ച് കുഞ്ഞു കുഞ്ഞു കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ടാണ് സിക്സർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മളൊരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു പ്ലെയറിന്റെ സ്റ്റോക്ക് മേടിച്ചു കഴിഞ്ഞാൽ ആ പ്ലെയർ കളിക്കുന്ന ആദ്യത്തെ 5 മാച്ചിൽ മാത്രമേ നമുക്ക് ആ പ്ലെയറെ കയ്യിൽ വെക്കാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ മാച്ചിൽ വാങ്ങി 1ാമത്തെ മാച്ചിൽ വിൽക്കാം, 2ാമത്തെ മാച്ചിൽ വാങ്ങി 2ാമത്തെ മാച്ചിൽ കഴിഞ്ഞ് വിൽക്കാം. എങ്ങനെ ചെയ്യാം? ഇപ്പൊ 1ാമത്തെ മാച്ചിൽ വാങ്ങി 5ാമത്തെ മാച്ച് വരെ നമ്മൾ കയ്യിൽ വെച്ചിട്ട് വെക്കുന്നത് 5ാമത്തെ മാച്ചിൽ അത് വിൽക്കാം. പക്ഷെ 5ാമത്തെ മാച്ചിൽ നമ്മൾ വിറ്റില്ല വെച്ചാല് പിന്നെ അതിപ്പോ എത്ര രൂപയ്ക്കാണോ ആ സ്റ്റോക്ക് ഇരിക്കണേ, ഓട്ടോമാറ്റിക്കലി സിക്സർ എന്ന ആപ്ലിക്കേഷൻ വന്നിട്ട് 5ാമത്തെ ദിവസം കഴിഞ്ഞ് 6ാമത്തെ മാച്ച് ആണെങ്കിലും, 5ാമത്തെ ദിവസമല്ല 6ാമത്തെ കളി, 5 കളി നമുക്ക് കയ്യിൽ വെക്കാൻ പറഞ്ഞു. 6ാമത്തെ കളി ആകുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സാധനം അവര് വിറ്റ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് അറിയില്ല. അപ്പൊ എത്ര രൂപയാണ് അതിനവര് വിറ്റ് ഒഴിവാക്കും. പിന്നെ 2x 3x എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ടേംസ് ഉണ്ട്. അതായത് ഡബിൾ ആയിട്ട് വിൻ ചെയ്യാനുള്ള ഒരു സംഭവമൊക്കെയാണ്. അതിന് വന്നിട്ട് നമുക്ക് ഈ 2x എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് വാങ്ങിയ പ്ലെയറിനെ, അതായത് അവർ കളി കഴിയുമ്പോഴേക്ക് തന്നെ വിൽക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ ബേസിക് ആയിട്ട് വാങ്ങുക, വിൽക്കുക, ഇത്ര മാത്രമാണ് അതിനുള്ളത്. നിങ്ങൾക്ക് അറ്റ് എ ടൈം 1000 സ്റ്റോക്ക് വരെ ഒരു പ്ലെയറിന് നിങ്ങൾക്ക് മേടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരുവിധം എല്ലാ പ്ലേയേഴ്സും വന്നിട്ട് ഈ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അതിൽ അവൈലബിൾ ആണ്. ഇതിൽ ഞാൻ വന്നിട്ട് കഴിഞ്ഞ ഒരു 1.5 ആഴ്ച ആ ടൈമിന് മുമ്പ് തന്നെ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കുറച്ച് ആൾക്കാർ സ്റ്റോക്ക് മേടിച്ചിട്ടുണ്ട്, എങ്ങനെ പൈസ ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നെ ഒരു നല്ല റഫറൽ ബോണസ് റിവാർഡും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 250% അങ്ങനെ എന്തോ ആണ് മറ്റേ കാൽക്കുലേഷൻ വരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോയുടെ അവസാനമായിട്ട് ഞാൻ മേടിച്ചതും ബാക്കി കാര്യങ്ങളൊക്കെ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോ അതിന് ശേഷം ഞാൻ കുറച്ച് സ്റ്റോക്ക് മേടിച്ചു, അതിന്റെ ഇപ്പോഴത്തെ വാല്യൂ എന്താണ് ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോ അതൊക്കെ കാണാൻ താല്പര്യമുള്ളവര് ഇത് കഴിഞ്ഞതിന് ശേഷം അത് കാണാം. അപ്പോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആർക്കെങ്കിലൊക്കെ സെർച്ച് ചെയ്യുന്നവർക്ക് ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു.
അപ്പൊ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് റീചാർജ് ചെയ്യാണ്. നമ്മളതിൽ മിനിമം റീചാർജ് ചെയ്യുന്നത് 250 രൂപയാണ്. 250 ചെയ്യുമ്പോൾ അതിൻ്റേതായ ബോണസ്, പിന്നെ വേറെയും കുറേ ഫസ്റ്റ് ടൈം എൻട്രി, അങ്ങനെയൊക്കെ നമ്മൾ കുറേ ബോണസ് കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് നമുക്ക് 250 രൂപ ഇട്ട സമയത്ത് നമുക്ക് ടോട്ടൽ വന്നിട്ട് 500 രൂപയാണ് മൊത്തം വാലറ്റിലേക്ക് നമുക്ക് കയറി വന്നത്. പിന്നെ നമുക്ക് കാർഡ്, നെറ്റ് ബാങ്കിങ്, വാലറ്റ്, ഈ 3 ഓപ്ഷൻ ത്രൂ ആണ് നമുക്കത് റീചാർജ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ റീചാർജ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്പ്ലിറ്റപ്പും കാര്യങ്ങളും ടാക്സ് റിഡക്ഷനും എല്ലാ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ അതിൽ കാണിക്കും. ഇനി നമുക്കിത് ഉപയോഗിച്ചിട്ട് പ്ലേയേഴ്സിന് ബൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മളൊരു മിനിമം 3 പ്ലെയറെ വാങ്ങിയിട്ട് വേണം നമ്മുടെ പോർട്ട്ഫോളിയോ നമ്മൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോർട്ട്ഫോളിയോ ഞാൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മെയിനായിട്ട് സെലക്ട് ചെയ്യുന്നത് വന്നിട്ട് 2 ഇന്ത്യൻ പ്ലെയേഴ്സിനെയും ഒരു ഫോറിൻ പ്ലെയറിനെയാണ്. ഞാൻ ഈ പരിപാടി ചെയ്യുന്ന സമയത്ത് വന്നിട്ട് മറ്റേ പാകിസ്ഥാൻ പ്രീമിയർ ലീഗ് അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ നമ്മുടെ പവൽ വെസ്റ്റ് ഇന്ത്യൻ പവലാണ് ഞാൻ ഫോറിൻ പ്ലെയറായിട്ട് എടുത്തിട്ടുള്ളത്. ഇന്ത്യൻ പ്ലെയറായിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ ജുരലിനെയാണ്, നമ്മുടെ ധ്രുജുരൽ, ആ പ്ലെയറിനെ എടുത്തുള്ളത്. പുതിയ നമ്മുടെ ടെസ്റ്റിലത്തെ കീപ്പറാണ്. അതുപോലെ തന്നെ നമ്മുടെ MS ധോണി, ഈ 3 പ്ലെയേഴ്സിനെയാണ് ഞാൻ എടുത്തുള്ളത്. അപ്പോൾ അവർ 3 പേരെയും ഓൾമോസ്റ്റ് ഈക്വലായിട്ടുള്ള 5-5 ആ റേഞ്ച് വെച്ചിട്ടുള്ള സ്റ്റോക്സ് നമുക്ക് മിനിമം 1000 എണ്ണമൊക്കെ വെച്ച് വാങ്ങാം. പക്ഷേ ഞാൻ അതിൽ മേടിച്ചിട്ടുള്ളത് ഒരു ഏകദേശം ഒരു എമൗണ്ട് കാൽക്കുലേറ്റ് 5 എണ്ണം വെച്ചിട്ട് ഒരു ഇതെല്ലാ പ്ലേയേഴ്സിൻ്റെ ഞാൻ ഇതിൽ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ആ പ്ലെയറിൻ്റെ വാല്യൂ കൂടുകയോ കുറയുന്നതനുസരിച്ചിട്ട് അത് പ്ലേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ആ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ഇത് നമ്മൾ കാര്യങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോ ബിൽഡായി അതിൻ്റെ സ്പ്ലിറ്റപ്പ് കാര്യങ്ങൾ എല്ലാം ചേർത്തിട്ടുള്ള മെസ്സേജ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. മോൾ ഭാഗത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ കൂടിയോ കുറഞ്ഞോ, ഒരു പ്ലെയർ ഇറങ്ങുമ്പോൾ നെഗറ്റീവ്, ഒരു പ്ലെയർ കയറുമ്പോൾ പോസിറ്റീവ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ആ പോർട്ട്ഫോളിയോയായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ട്രേഡിംഗ് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇതിൽ കാണിക്കും. നമ്മുടെ സെല്ലിങ്ങിൻ്റെ കാര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ 2x 3x ഇതൊക്കെ നമുക്ക് അതിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നോക്കുക. നമ്മുടെ പോർട്ട്ഫോളിയോ ഗ്രോത്ത് ചാർട്ട് കാര്യങ്ങളൊക്കെ കിട്ടും. ഗ്രാഫ് വൈസ് കൂടുകയാണോ കുറയാണോ എന്നൊക്കെ. ഇതിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ദിവസമായാണ് ഗ്രാഫ് ഇല്ലാത്തത്. ഇനി കളിച്ചു തുടങ്ങുന്നതോടെ നമ്മൾ ഗ്രാഫിക് കയറും ഇറങ്ങുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നല്ല ഇതിലാണോ പോകണമെന്നൊക്കെ അറിയാം. അതുപോലെ ഇതിലിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിൽ ടോപ്പ് ആൾക്കാരുടെ ഡീറ്റെയിൽ, അവർ ഇൻവെസ്റ്റ് ചെയ്ത് എത്ര രൂപ, അവർക്ക് റിട്ടേൺ എത്ര രൂപ കിട്ടി, അതുപോലെ ഇവർ വന്നിട്ട് ബമ്പർ കോൺടെസ്റ്റ് ജാക്ക് പോട്ടൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ്, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, പിന്നെ പാൻ കാർഡ്, ആധാർ കാർഡൊക്കെ മാൻഡേറ്ററി ആയിട്ട് ലിങ്ക് ചെയ്യണം. എന്നാലേ പൈസ റീചാർജ് ചെയ്യാൻ നമുക്ക് സാധിക്കുള്ളൂ. ഇനി ഇതിപ്പോൾ കാണിക്കാൻ പോകുന്ന വന്നിട്ട് ഞാനിപ്പോൾ ഒരു 1.5 ആഴ്ചയ്ക്ക് ശേഷം, അതായത് ഇപ്പോൾ 23-ാം തീയതിത്തെ ആ പോർട്ട്ഫോളിയോയുടെ ഡീറ്റെയിലാണ് കാണിക്കുന്നത്. ഞാൻ അതിന് പുറമെ നമ്മുടെ ഗെയ്ക്ക് വാർഡിനി അങ്ങനെ 1-2 പ്ലേയേഴ്സിനെ എക്സ്ട്രാ ആ ബാലൻസ് ഉള്ള ഫണ്ട് കൊണ്ട് മേടിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലാണ് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പവലൊക്കെ എക്സ്പയർ ആവാറായിട്ടുണ്ട്, 5 കളി ആവാറായിട്ടുണ്ട്. മിക്കതും അടുത്ത കളിയോടുകൂടി ഓട്ടോമാറ്റിക് സെൽ അല്ലെങ്കിൽ അത് ക്ലിയറായി പോവും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാക്കി കാര്യങ്ങളുടെ ഡീറ്റെയിൽ. ഹെൽപ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. ബൈ.